Hi friends, welcome to Life Media. ഇന്ന് ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു ഫേസ് പാക്ക് ആണ്. അത് കുറച്ച് മെത്തേഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫേഷ്യൽ പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു മെത്തേഡ്. അത് എങ്ങനെ പോകാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ അതിനു മുൻപ് എൻ്റെ ലൈഫ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇതിനുള്ള മറ്റു വീഡിയോസുകൾ ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് ഓപ്പൺ ആക്കി നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഫേസ് പാക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഫേഷ്യൽ ഇതിന് ഞാൻ ബേസിക് ആയിട്ട് പറയുന്നത് തക്കാളിയും തേനും ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും തക്കാളിയൊക്കെ ഉണ്ട്. അപ്പം ഇതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. ഇങ്ങനെ നമുക്ക് ഫേഷ്യൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും റോസ് വാട്ടർ യൂസ് ചെയ്യുക. ഇത് നമുക്ക് ദിവസവും ചെയ്യാവുന്ന നല്ലൊരു ഫേസിന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ്. അപ്പോൾ റോസ് വാട്ടർ തീർച്ചയായിട്ടും റോസ് വാട്ടർ എല്ലാവരുടെയും വീട്ടിൽ കാണും. ഇല്ലെന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമൊന്നുമല്ല. അപ്പോൾ റോസ് വാട്ടർ എടുക്കുക. അതൊരു കോട്ടണിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ആ റോസ് വാട്ടർ ഉപയോഗിച്ച് മുഖം നന്നായിട്ട് തുടയ്ക്കുക. ഇങ്ങനെ തുടയ്ക്കുമ്പോൾ നമ്മുടെ ഫേസിലുള്ള തീർച്ചയായിട്ടും ഉണ്ടാകുന്ന എല്ലാ അഴുക്ക് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്രോബ്ലംസ് നമ്മുടെ എത്രയായാലും നമ്മുടെ സ്കിന്നിൽ കുറേ പൊടികളും ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം അതൊക്കെ മാറും. അപ്പോൾ ഈ റോസ് വാട്ടർ ഉപയോഗിച്ച് കോട്ടൺ മുക്കിയിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്ത ശേഷം നമുക്ക് ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം. ഫേസ് വാഷ് അത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് യൂസ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ കടലമാവോ തക്കാളി ജ്യൂസും കൂടെ മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കടലമാവ് മാത്രമോ മുൾത്താണി മീട്ടി പൗഡറോ മറ്റോ ഉപയോഗിച്ച് നന്നായിട്ട് ഫേസ് വാഷ് മുൾത്താണി മീട്ടിയും തൈരും കൂടി മിക്സ് ചെയ്തിട്ട് അതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്തുകൊണ്ട് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് അപ്പോൾ തന്നെ ഒരു നല്ലൊരു വെട്ടം നല്ലൊരു തെളിച്ചം കിട്ടും. അപ്പോൾ ഇത് അങ്ങനെ ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്യുക. ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നമ്മളൊന്ന് ആവി പിടിക്കണം. ഫേസിൽ നമ്മുടെ നെക്കും നമ്മുടെ ഫേസും നന്നായിട്ട് ആവി കൊള്ളണം. നമ്മൾ ഈ പിന്നെ സ്റ്റീമർ യൂസ് ചെയ്യുക അല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ചിട്ട് നമുക്ക് എങ്ങനെയാണോ നിങ്ങൾ സ്റ്റീം ചെയ്യുക അതേ മെത്തേഡിൽ നമുക്ക് ഒന്ന് ഫേസിൽ നെക്കിലും ആവി കൊള്ളുക. ആവി കൊണ്ടതിന് ശേഷം നമ്മുടെ ജസ്റ്റ് നമ്മുടെ സ്കിന്നിലെ സെല്ലെല്ലാം ഒന്ന് ഓപ്പൺ ആവും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് ഹെഡ് റിമൂവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് റിമൂവർ ഉപയോഗിച്ച് ആ ഒരു ബ്ലാക്ക് ഹെഡും വൈറ്റ് ഹെഡും ഓപ്പൺ ആക്കുക. നമ്മുടെ മൂക്കിന് ഇരുവശവും ചുണ്ടിന് താഴെയും നെറ്റിയിലും ഒക്കെ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡും വൈറ്റ് ഹെഡും ഒന്ന് റിമൂവ് ചെയ്യുക. ചെയ്തതിന് ശേഷം മുഖം നന്നായിട്ടൊന്ന് തുടച്ചിട്ട് നമുക്ക് ഒരു ഐസ് കട്ട ജസ്റ്റ് ഒന്ന് ഐസ് പാക്കോ മറ്റോ ഉപയോഗിച്ച് ഒന്ന് ജസ്റ്റ് നമ്മൾ ഈ ഫേസിലൊന്ന് ജസ്റ്റ് ഫേസ് ഒന്ന് നമ്മുടെ ഈ സെല്ലൊക്കെ ഒന്ന് ക്ലോസ് ആവാൻ വേണ്ടിയിട്ട്. കാര്യം സ്റ്റീം ചെയ്യുമ്പോൾ സെൽ ഓപ്പൺ ആവുകയും നമ്മൾ ഈ ബ്ലാക്ക് ഹെഡും വൈറ്റ് ഹെഡും മാറ്റിയതിന് ശേഷം നമുക്ക് ഒന്ന് ജസ്റ്റ് തുടച്ചിട്ട് സെല്ലൊക്കെ നമ്മുടെ ഒരു സ്കിന്നിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് അതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യാനായിട്ട് ഐസ് ക്യൂബ് ഉപയോഗിച്ച് ഒന്ന് മസാജ് ചെയ്യുക. അതിനുശേഷം നമുക്ക് നല്ലൊരു പിന്നെ ഫേസിൽ സ്ക്രബ്ബർ യൂസ് ചെയ്യാം. നല്ലൊരു സ്ക്രബ് ചെയ്യുക. കാര്യം നമ്മുടെ ഫേഷ്യൽ നമ്മുടെ സെല്ലിൽ അല്ലാണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറുവാനായിട്ട് അതിന് നമുക്ക് തേനും പഞ്ചസാരയും യൂസ് ചെയ്യാം. തേനും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്തും നെക്കിലും അതുപോലെ ചുണ്ടിലും ഒക്കെ ആയിട്ട് നന്നായിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്യുക. ഇത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയിൽ അര ടീസ്പൂണോളം തേൻ ഒഴിച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖം വീണ്ടും ഒന്ന് വാഷ് ചെയ്യുക. ഇതിന് ശേഷം നമുക്ക് നല്ലൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ ഫേസ് പാക്കിന് വേണ്ടിയിട്ട് നമുക്കിവിടെ തക്കാളി, അതുപോലെ തൈര്, റൈസ് പൗഡർ, അരിപ്പൊടി, പിന്നീട് റോസ് വാട്ടർ ഇത് ഇത്രയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലൊരു തിക്ക് പേസ്റ്റ് ആക്കുക. നമ്മുടെ ഫേസ് പാക്കിൻ്റെ ആ ഒരു രീതിയിൽ നമ്മൾ തിക്ക് പേസ്റ്റ് ആക്കുക. ഈ ഒരു മിശ്രിതം നമ്മൾ ഒരു ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഒരു ലെയർ പോലെ നമുക്കൊരു പാളി പോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ നെക്കിലും നമ്മുടെ ഫേസിലും അപ്ലൈ ചെയ്യുക. ഒരു 20 മിനിറ്റിന് ശേഷം നമ്മൾ ജസ്റ്റ് കൈ ഒന്ന് വെള്ളത്തിൽ മുക്കുകയോ അല്ലെങ്കിൽ നനഞ്ഞ സ്പോഞ്ച് വെച്ചിട്ടോ ഒന്ന് ഇത് റിമൂവ് ചെയ്യുക. ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്ത് നമ്മൾ ഈ ഫേസ് ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഇത്രയും നമ്മൾ ചെയ്യുമ്പോൾ സ്കിന്ന് വല്ലാണ്ട് ഇതാകും. അപ്പോൾ അതൊന്ന് മാറി നമ്മുടെ സ്കിൻ വീണ്ടും ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് മസാജ് ചെയ്യുക. ഇത് മസാജ് ചെയ്യുവാനായിട്ട് നമുക്ക് അലോവേര ജെല്ലിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ മിക്സ് ചെയ്തിട്ട് വളരെ കുറച്ച് 1-2 തുള്ളി റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്യുക.
ഇത് ഇത്രയും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മുടെ മുഖത്ത് മസാജ് ചെയ്യുക. മസാജ് ചെയ്യുന്ന മെത്തേഡിൽ മസാജ് ചെയ്യുക. ഇത്രയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ഫേഷ്യൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഒരു ഫേഷ്യലിൻ്റെ എല്ലാ സ്റ്റെപ്പും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് റെസ്റ്റ് ചെയ്യുക. നമ്മുടെ ഫേസിനെ റെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കൂടുതൽ പെട്ടെന്ന് നമ്മൾ ഇത് ഇത്രയും ചെയ്ത ഉടനെ നമ്മൾ വെയിലത്തോട്ട് ഇറങ്ങാതെ നമ്മൾ കഴിവതും ഇതൊരു ഈവനിങ് ടൈമിൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാകാനായിട്ട് വീഡിയോ ഒന്നുകൂടി റിപ്ലൈ ചെയ്ത് കേൾക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഒരിക്കൽ കൂടി പറയുന്നു, ലൈഫ് മീഡിയ എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.